ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എടുത്തേക്കുന്ന പിരാന്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്നും വെറുതെ പോയിട്ട് ഗാലറിയും തപ്പിയൊക്കെ എപ്പോഴാണ് ഈ കാണുന്ന വീഡിയോസ് ഒക്കെ കിട്ടിയത്. അപ്പൊ ആ കാണുന്ന വീഡിയോസ് ഒക്കെ കൂട്ടി ചേർത്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നാട്ടിലുള്ള ടൈമിൽ ഞാനും എന്റെ കമ്പനിക്കാരും കൊണ്ടോട്ടിയിൽ പോയി ഒരു ആവശ്യത്തിനും വേണ്ടിയിട്ട്. അത് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പൊക്കെ ഇനി പോയി. അവിടെ ചെന്ന് ആ കട തപ്പാൻ വേണ്ടിയിട്ട് എല്ലാ ഫ്ലോറിലും ഞങ്ങൾ കയറി ഇറങ്ങി. ലാസ്റ്റ് ആണ് ഈ ഒരു കട കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ നേരത്തെ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഉത്സവം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം ഉണ്ടായി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനത്തെ പരിപാടിന്റെ വിലക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് ഞാൻ എന്റെ കമ്പനിക്കാർ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നു ഈ ഒരു സംഭവം കാണാൻ വേണ്ടി. ഇങ്ങനെ ഇരുട്ടിന്റെ മറവ് നടക്കുന്ന ഓരോ കളികളില്ലാതെ എന്ത് പൂരല്ലേ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കമ്പനിക്കാരൻ കുറെ നേരം അവിടെ തൊള്ളിയും കാട്ടിന്നാണ് തിരിച്ച് ഞങ്ങൾ നടന്ന് തിരിച്ച് റോട്ടുമ്പിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പുറപ്പുറം സെയിം കടക്കാർ, അതായത് നമ്മുടെ നാട്ടിലെ ശർക്കര മിഠായി ഇല്ലേ അതിന്റെ കടക്കാർ. ഈ രണ്ട് കടക്കാരും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആലോചിച്ചിട്ട് ഇനി ഞാനും എന്റെ കമ്പനിക്കാരും അന്നേരം അവിടെ കുറെ നേരം അതിന്റെ മുന്നിൽ തൊള്ളിയും കാട്ടിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ശർക്കര മിഠായി മേടിച്ചു. ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ട് നല്ല ചൂടുള്ള ശർക്കര മിഠായി ഉണ്ട്. ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂട് ഇനി മക്കളെ ചട്ടീന്നിട്ട് നേരെ കൈമ തന്ന കോലത്തിൽ. അതുകൊണ്ടാണ് നെണ്ട് പിടിച്ചിരിക്കണ മാതിരി ഞാൻ അങ്ങനെ പിടിച്ചത്. ആ ശർക്കര മിഠായിന്റെ ടേസ്റ്റ് എന്തേനി ഇവന്റെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഉള്ള വിരൽ ഉള്ള അണ്ണാക്കി തിരികിട്ടാണോ. പിറ്റേ ദിവസം ഞാനും പല്ല് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പല്ലിന്റെ മേലെ ഒരു തുള. ഡോക്ടറോട് അപ്പാടെ പറഞ്ഞ പല്ലങ്ങോട്ട് പറിച്ചു കളഞ്ഞാൽ ഇല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ഇതിന്റെ വേദന സഹിക്കാൻ പറ്റൂല. ധൈര്യശാലിയാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം പല്ലുവേദന വന്നുള്ള വേദന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് അത് സഹിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ പറിച്ചിട്ടാളി. ഡോക്ടർ പറഞ്ഞു പല്ല് പറിച്ചിടാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല, ഞാൻ ഇതിന് ഒരു താജ്മഹൽ പണി തരാന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറെ കമ്പിങ് കോലൊക്കെ എടുത്താണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ആക്കിയിട്ട് ആ തോളങ്ങട്ട് അടക്കാൻ. സംഭവം വേദന ആവാതെക്കാനും വേണ്ടിയിട്ട് ഡോക്ടർ അനസ്തേഷ്യന്റെ സൂചി കടിച്ചിന്. അതുകൊണ്ട് പല്ലുമ്മൽ എന്താ സംഭവിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ല. ഇനി വെറുതെ വായിൽ വെള്ളം നിറയുമ്പോൾ ഞാൻ ഇങ്ങനെ തുപ്പിക്കളയാന്ന് മാത്രമേ. ഇത്രത്തോളം ഡീപ്പിൽ ആ തോള വീണിട്ടുണ്ടെന്ന് ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് എനിക്ക് കാണിച്ചിരുന്നു. ഞാനിതൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ട് തല എടുക്കാണ്ട് തൊള്ളിയിൽ വെള്ളം നിറയാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ മൂപ്പർ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഒരു കോയിലും വെച്ചിട്ട് അതിന്റെ വെള്ളം അങ്ങനെ ഊറ്റിയെടുക്കാൻ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇത്രയും നേരം എന്റെ പല്ലുമുണ്ടാക്കിയ താജ്മഹൽ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് കാണിച്ചു. സംഭവം പേടിക്കാൻ മാത്രം എന്നുള്ളതല്ല, എനിക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല്ലൊന്ന് ജസ്റ്റ് തൊളയുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്ക് വിച്ച് മീ ബാച്ച സൈനിങ് ഓഫ്.